ഇന്ത്യ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നുവെന്ന് തന്നെയാണ് സൂചന. ഇന്ത്യയുടെ തുടർ നീക്കങ്ങളുമായി അതിനെക്കുറിച്ച് പറയാൻ വിനീത വി ജി ഡൽഹിയിൽ നിന്ന് ചേർന്നു. വിനീത, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിനീത, വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. കടുത്ത നിയന്ത്രണങ്ങളിലേക്കടക്കം രാജ്യം കടന്നേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യോമമേഖലയിലടക്കം പാകിസ്ഥാനിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് പൂർണ്ണമായും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് പുറമെ ഇനി ഇന്ത്യൻ തുറമുഖങ്ങളിലും സമാനമായിട്ടുള്ളൊരു വിലക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള കപ്പലുകൾക്ക് കൂടി ഏർപ്പെടുത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകളും നീക്കങ്ങളും ഒക്കെ ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്യതലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഒപ്പം തന്നെ സൈനിക നീക്കം തുടങ്ങി ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ അവർ നിരീക്ഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും ഒക്കെ നേതൃത്വത്തിൽ സുപ്രധാന കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്, നിർണായക യോഗങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ വിശാലമായിട്ടുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. ഒപ്പം തന്നെ സൈനിക നീക്കങ്ങളടക്കം സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നുമുണ്ട്. ഒരുപക്ഷെ കടുത്ത നിയന്ത്രണങ്ങളിലേക്കടക്കം രാജ്യം മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അതേസമയം ഇന്ന് 8ാം ദിനമാകുന്നു. ഈ 8ാം ദിവസവും ഈ പാകിസ്ഥാന്റെ ഒരു പ്രകോപനം അത് അതിർത്തി മേഖലകളിലടക്കം ഇപ്പോഴും തുടരുക തന്നെയാണ്. ഈ സ്ഥിതിഗതികളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യതലസ്ഥാനത്ത് ചേർന്ന വിവിധ യോഗങ്ങളിലൊക്കെ തന്നെ വിലയിരുത്തിയതാണ്. അതിൽ കടുത്ത ഒരു പ്രതികരണവും രാജ്യം നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ഈ പ്രകോപനം തുടർച്ചയായി ഉണ്ടാകുന്ന കാര്യമൊക്കെ തന്നെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തതാണ്. ഇതിന് പിന്നാലെ ഇപ്പോൾ ഇതാ വീണ്ടും പൂഞ്ചിലും ബാരാമുള്ളയിലും കുപ്വാരയിലും നൈരേഷ് മേഖലകളിലും ഒപ്പം അഗ്നൂർ എന്ന് പറയുന്നത് ഈ ജമ്മു കാശ്മീരിലെ ഏറ്റവും അന്താരാഷ്ട്ര അതിർത്തിയോട് ഏറ്റവും ചേർന്നുള്ള മേഖലയാണ്. ആ ബോർഡറിലേക്കടക്കം വെടിയുതിർത്തിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാൻ വെടിയുതിർത്തിട്ടുണ്ടെന്ന റിപ്പോർട്ടാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഈ രാത്രികാലങ്ങളിൽ പാക് പോസ്റ്റുകളിൽ നിന്നാണ് ഇത്തരത്തിലേക്കുള്ള വെടിവെപ്പ് ഉണ്ടാവുന്നത്. ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ ഇതിനെ തിരിച്ചടിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ പാകിസ്ഥാൻ അതിർത്തി മേഖലകളിലേക്കടക്കം പ്രകോപനം ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഇതിനെ വളരെ കടുത്ത നടപടിയെടുത്ത് അതിനെ നേരിടാൻ തന്നെയാണ് ഇന്ത്യയുടെയും തീരുമാനം. ഇന്നും ഡൽഹിയിൽ സമാനമായിട്ടുള്ള കൂടിക്കാഴ്ചകളും ഒപ്പം തന്നെ സമാനമായിട്ടുള്ള യോഗങ്ങളും ഒക്കെ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓരോ മിനിറ്റും വളരെ നിർണായകം തന്നെയാണ് നിലവിലെ സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ. കഴിഞ്ഞ ദിവസം പൂർണ്ണ സ്വാതന്ത്ര്യം, തിരിച്ചടിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമൊക്കെ പ്രധാനമന്ത്രി സേനാ മേധാവികൾക്ക് നൽകിയിരുന്നു. പിന്നാലെ പാകിസ്ഥാൻ അമേരിക്കയുടെയൊക്കെ സഹായം തേടിയിരുന്നുവെങ്കിലും ഞങ്ങൾ ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന് അവർ വളരെ വ്യക്തമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കടുത്ത നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോകുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അപ്പം ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒരു പ്രതികരണം കൂടി ആ ഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലേക്ക് ഭീരുത്വം നിറഞ്ഞ ആക്രമണങ്ങളിലൂടെ ഞങ്ങൾ ജയിച്ചുവെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും ഇത് നരേന്ദ്രമോദിയുടെ ഇന്ത്യ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണമെന്നൊരു വാർണിംഗ് തന്നെയാണ് അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തും. നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾക്ക് ഇത് രാജ്യതലസ്ഥാനം വീണ്ടും സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു വിനീത വി ജി.